സ്കൂൾ അടക്കാറായതോടെ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികളെ പൂട്ടാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനാഭ്യാസത്തിനിടെ 5 വാഹന ഉടമകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന +2 വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് പരിപാടിക്കാണ് അനുവാദമില്ലാതെ സ്കൂൾ കോമ്പൗണ്ടിൽ കയറി അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത്. ആഡംബര കാറുകളായ ഓഡി A4, ടൊയോട്ടോ ഫോർച്യൂണർ, മഹീന്ദ്ര താർ എന്നീ വാഹനങ്ങളിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത്. കൂട്ടത്തിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തിയ മഹീന്ദ്ര ജീപ്പിനെതിരെയും നടപടി സ്വീകരിച്ചു. 38,000 രൂപ പിഴ ഈടാക്കുകയും അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയും സ്വീകരിച്ചു. സ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും പരാതിയെ തുടർന്ന് മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO P നസീറിന്റെ നിർദ്ദേശപ്രകാരം MVI MK മനോജ് കുമാർ, AMVIമാരായ V രാജേഷ്, P അജീഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO P നസീർ അറിയിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിവിധ സ്കൂളുകളിൽ സ്കൂൾ അടയ്ക്കുന്നതും അതുപോലെ തന്നെ സെൻഡ് ഓഫ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ അനുമതിയില്ലാതെ ലൈസൻസ് ഉള്ളതും ലൈസൻസ് ഇല്ലാത്തതുമായ കുട്ടികൾ വാഹനവുമായി 4 വീലറുമായി ഗ്രൗണ്ടിൽ പ്രവേശിക്കുകയും അമിത വേഗത്തിലും അശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മലപ്പുറം ജില്ലയിലെ തിരുനാവായിൽ നവമുകുന്ദ സ്കൂളിൽ നടന്ന അഭ്യാസ പ്രകടനങ്ങൾ പരാതി ലഭിക്കുകയും ഉടനടി മലപ്പുറം ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം അവിടെ എത്തുകയും ആ വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയും എടുത്തിട്ടുള്ളതാണ്. അതിൽ പങ്കെടുത്ത 3 ഡ്രൈവർമാരുടെ ലൈസൻസ് കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും മലപ്പുറം ജില്ലയുടെ വിവിധ സ്കൂളുകളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പ്രിൻസിപ്പൽമാരിൽ നിന്നും ഇതുപോലുള്ള സമാധാനമായ പല പരാതികളും വന്നുകൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഇങ്ങനെ വാഹനം ഓടിക്കുന്ന കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുകയും അതോടൊപ്പം തന്നെ ആ വാഹനം ഓടിച്ച ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാവുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു പോരുന്നുണ്ട്. ഇനി ഇത് ആവർത്തിക്കപ്പെട്ടാൽ ഇതുപോലുള്ള കുറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.